പാരമ്പര്യത്തിന്റെ പള്ളിയിലെ ഏഴ് കണവാനെന്നിരിക്കുന്ന കാലത്ത് പണ്ടും ബാല്യം കളിച്ചതാക്കുന്ന ഒരു നാടും നഗരവും തന്നെ. പണ്ട് പൂർവ്വകാലം ഈ കുലത്തിന് ബഹുമാനം കൽപ്പിക്കാനായി ത്രിമൂർത്തികളാകുന്ന മൂർത്തി ഭാവത്തിന് രൂപമാനാരെന്നിരിക്കുന്ന ചിന്ത കുതിക്കുന്ന കാലം സാക്ഷാൽ മഹാദേവനി സാഗരം തന്നെയാണ്. സാഗരത്തിലൊക്കെ തൽപ്പമായിരിക്കുന്ന മാരിക്ക് കണക്കും കാര്യം അളവിൽ അറിയില്ലെന്നാലും രൂപമാനാര് എന്നിരിക്കുന്ന ചിന്തയിരിക്കുന്ന കാലത്തിനകത്ത് ഭസ്മം പൂശി കാളപ്പുറത്ത് കയറി ഗഡ്വാങ്ങം എടുവും മാന്തലയോട് എന്നിവ ധരിച്ച് തോരുമെടുത്ത് പാമ്പുകളെ കടുത്തിറങ്ങി തീ കണ്ണുകളാൽ സഞ്ചരിച്ച മഹാരുദ്രൻ ശിവനാണ് രൂപമാനന്ദിരിക്കുന്ന അനുഭവം കണ്ടു. എല്ലാം കൊണ്ടേ എന്നാ കണ്ണ് അല്ലേ തനിക്ക് തന്റേതാകുന്ന ഒരു കണ്ണുകർ പോലും വന്നതില്ല എന്നത് കണ്ടു കരുതി ശിവന്റെ കണ്ണുകർ ഒഴിയാനായിക്കൊണ്ട് മണ്ണിലുണ്ടായ പൂർവിക പാരമ്പര്യം. എല്ലാം കൊണ്ടേ മഹാഭാരത പരിപാടികളെന്നിരിക്കുന്ന അനുഭവമാകുന്ന ഒരു പാരമ്പര്യത്തിന്റെ വഴി വളർന്ന മക്കളല്ലേ നിങ്ങൾ. ചേതന്റെ പാലായ കൃഷ്ണൻ പരപ്പൻ എന്നിരിക്കുന്ന അഭിമാനം പാടിയതാകുന്ന ഒരു വള്ളിയിൽ കുരുത്തോല വിഗ്രഹത്തിൽ കരുത്തുള്ളതാകുന്ന മൂർത്തിഭാവത്തെ കോലന്റുമാണം കാട്ടിക്കൊടുത്തോരി അല്ലെ പൂർവിക പാരമ്പര്യം. ഇന്നോളം ഭാരഭാഗം എന്ന കടവിനകത്ത് കളിച്ചാലും ശരവർഷം പോലെ ലോകം പരിപാലിച്ചിരിക്കുന്ന വിഷ്ണുവിന്റേതാകുന്ന ഒരു ചേരുന്തിരിപടി മുറുത്താരോ എന്നും ഞാൻ പുത്തനാണെന്നിരിക്കുന്ന ചിന്ത എന്റെ പണിക്കിറന്ന മാനസികത്തുണ്ട് അല്ലേ. താമസാനം ഭിന്നതിയെന്ന കാലത്ത് വണ്ണം ഈ മനസ്സാകുന്ന മനസ്സുകൊണ്ട് ഒരു ജനപദങ്ങളായിട്ട് സ്വീകരിച്ച ഒരു നാടും നഗരവും തന്നെയല്ലേ പണിക്കിരിക്കരി. അതുകൊണ്ട് നാളെ എന്ന കാലത്തോളം ഇനി ബ്രഹ്മകരം കൊണ്ട് കൽപ്പിച്ച ഒരായുസുണ്ടെന്ന കാലം വരെയോ സഭകൾ ശ്രീമാനായി വാഴാനുള്ള മഹാഭാഗ്യത്തിന് സന്താനഭാഗ്യ സൗഭാഗ്യ വരദാനിയായിരിക്കുന്ന വാടാർകുളം എന്നിരിക്കുന്ന വള്ളിക്കട്ടി ഉയാടി കളിച്ചിരിക്കുന്ന പുരുഷേത്രത്തിൽ അകച്ചിരിക്കുന്ന മാതാവും കൂടെ പിടിച്ചിട്ട് കട്ടപ്പണിക്കരെ ആടിക്കളയാതെ എപ്പോഴും അമ്മയുടെ തലയിൽ വാഴുവാനുള്ള ഭാഗ്യം അമ്മ കൽപ്പിച്ചിരുന്നുണ്ട്.